അങ്കമാലി കിടങ്ങൂരിൽ വിരണ്ടോടിയ ആനയുടെ ചവിട്ടേറ്റ് ആനയെ കൊണ്ടുവന്ന ലോറി ഡ്രൈവർ മരിച്ചു. മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തിയ ആനയെ കുളിപ്പിക്കുന്നതിനിടെയാണ് ആന വിരണ്ടോടിയത്. ഒന്നാം പാപ്പാനും രണ്ടാം പാപ്പാനും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പാപ്പാൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. മരിച്ചയാളുടെ മൃതദേഹം അവിടെ നിന്ന് സാഹചര്യമാണ് നിലവിലുള്ളത്. തൊട്ടടുത്ത സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി എത്തിച്ച ആനയാണ് ഇടഞ്ഞത്. ആനയെ ഇതുവരെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആനയെ തളയ്ക്കുന്നതിനായി കോടനാട്ടിൽ നിന്നും RRT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ലഭിക്കുന്ന വിവരമനുസരിച്ച് നിലവിൽ ജനവാസ മേഖലയിലാണ് ആന പരിഭ്രാന്തി പരത്തുന്നത്. അങ്കമാലി കിടങ്ങൂരിലാണ് വിരണ്ടോടിയ ആനയുടെ ചവിട്ടേറ്റ് ആനയെ കൊണ്ടുവന്ന ലോറി ഡ്രൈവർ മരിച്ചിരിക്കുന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തിയ ആനയെ കുളിപ്പിക്കുന്നതിനിടയിലാണ് ആന വിരണ്ടോടുന്നത്. പിന്നാലെ ഒന്നാം പാപ്പാനും രണ്ടാം പാപ്പാനും അടക്കം ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പാപ്പാൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി എത്തിച്ച ആനയാണ് ഇടഞ്ഞത്. ആനയെ ഇതുവരെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആനയെ തളയ്ക്കുന്നതിനായി കോടനാട് നിന്നും അടക്കം RRT സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആ സംഭവ സ്ഥലത്ത് പുരോഗമിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ജനവാസ മേഖലയിലാണ് ആന പരിഭ്രാന്തി പരത്തുന്നത്. ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യം തന്നെയാണ് സംഭവ സ്ഥലത്തുള്ളത്. ഇപ്പോൾ എന്തായാലും RRT സംഘം അടക്കം സ്ഥലത്തെത്തി ആനയെ നിരീക്ഷിച്ചു വരികയാണ്. അതിനുശേഷമായിരിക്കും ആനയെ തളയ്ക്കുന്ന കാര്യത്തിലടക്കം തീരുമാനമെടുക്കുക. എന്തായാലും നിലവിൽ ജനവാസ മേഖലയിൽ ആന പരിഭ്രാന്തി പരത്തുന്ന സാഹചര്യമാണ് നിലവിൽ മേഖലയിലുള്ളത്. വിഷ്ണു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്തായാലും ഒരാളുടെ മരണത്തിനിടയാക്കിയ സാഹചര്യം നിലവിൽ എന്താണ് അവിടുത്തെ അവസ്ഥ? ആനയെ തളയ്ക്കാനുള്ള നടപടികളിലേക്കാണോ RRT കടക്കുന്നത്? കാർത്തു, കോടനാട് നിന്നും ഇപ്പോൾ RRT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമെന്ന് പറയാനുള്ളത്. RRT സംഘം സ്ഥലത്തെത്തി ആനയെ തളയ്ക്കുന്നതിനുള്ള എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ ആക്രമണത്തിൽ 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. കൂടെ വന്ന, അതായത് ഈ ആനയെ കൊണ്ടുവന്ന ലോറി ഡ്രൈവറായ ആളെയാണ് ഇപ്പോൾ ആന മർദ്ദിച്ച് കൊന്നിട്ടുള്ളത്. മറ്റ് 2 പേർ, ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ മരിച്ചയാളുടെ മൃതദേഹം ഈ സംഭവ സ്ഥലത്ത് നിന്നും ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നതെന്ന് പറയാനുള്ളത്. അരുണിമ പാർത്ഥസാരഥി എന്ന് പേരുള്ള ആനയാണ് ഇപ്പോൾ ജനവാസ മേഖലയിൽ പരിഭ്രാന്തി പരത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള വാഹനങ്ങളൊക്കെ തല്ലി തകർക്കുന്ന ഒരു നിലയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. RRT സംഘം വലിയ രീതിയിൽ ആനയെ തളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ആനയെ തൊട്ടടുത്തുള്ള അങ്കമാലി കിടങ്ങൂരിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ആനയാണ്. ആ ആനയെ കുളിപ്പിക്കുന്നതിനിടയിലാണ് ആന വിരണ്ടോടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ വിരണ്ടോടിയലിനിടയിലാണ് ലോറി ഡ്രൈവറെ ആക്രമിച്ചു കൊന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.
എന്തായാലും നിലവിലിപ്പോൾ RRT സംഘം ഈ ആനയെ തളക്കുന്നതിനായിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയാണ്. ജനവാസ മേഖലയിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ വലിയ പരിഭ്രാന്തിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൊട്ടടുത്തുള്ള വാഹനങ്ങളെല്ലാം തകർക്കുന്ന ഒരു നിലയാണ് ഉള്ളത്. ആനയുടെ പരിക്കേറ്റ് അല്ലെങ്കിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുടെ മൃതദേഹം പോലും മാറ്റാൻ കഴിയാത്ത ഒരു നിലയാണുള്ളത്. കലിയടങ്ങാത്ത രീതിയിൽ തന്നെ ആന ജനവാസ മേഖലയിൽ പരിഭ്രാന്തി അയച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അരുണിമ പാർത്ഥസാരഥി എന്ന് പേരിട്ട അല്ലെങ്കിൽ ആ പേരുള്ള ആനയാണ് ഇപ്പോൾ അങ്കമാലി കിടങ്ങൂരിൽ ഇത്തരത്തിലുള്ള ഒരു പരിഭ്രാന്തി പരത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും RRT സംഘം വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർത്തു, വിഷ്ണു, നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ വലിയ രീതിയിൽ ഒരു നാശനഷ്ടം തന്നെ ആ ഒരു പ്രദേശത്ത് ഈ ആന വരുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ 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 തൊട്ടടുത്തുള്ള പ്രദേശത്ത് കടന്നിരുന്ന ഒരു കാർ, ഒരു മാരുതി സ്വിഫ്റ്റ് കാർ ആനയുടെ ആക്രമണത്തിൽ പൂർണ്ണമായും നശിച്ചു പോകുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആനയെ തളയ്ക്കുവാൻ വേണ്ടി സാധിക്കാത്ത ഒരു നിലയുണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ RRT സംഘം ഇനിയും ആനയെ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ വൈകിപ്പോകുന്ന ഒരു നിലയുണ്ടാകുകയാണെങ്കിൽ ഇനിയും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നതെന്ന് പറയുന്നത് ജനവാസ മേഖലയിലാണ് ആന ഇത്തരത്തിൽ പരിഭ്രാന്തി പരത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആനയെ എത്രയും വേഗം തളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് RRT സംഘം. ഈ ജനങ്ങളൊക്കെ തടിച്ചുകൂടിയ ഒരു പ്രദേശമാണോ അത്? അതെ അതെ ജനവാസ മേഖലയിലാണ് ആന ഇപ്പോൾ നിലവിൽ പരിഭ്രാന്തി പരത്തുന്ന ഒരു നിലയുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ അടിയന്തരമായി തന്നെയാണ് RRT സംഘം ഈ ഒരു വിഷയത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ആന വളരെ ഊർജിതമായി തന്നെ തൻ്റെ രീതിയിലുള്ള ആക്രമണങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾക്കാണ് ഇപ്പോൾ നിലവിൽ പൂർണ്ണമായും പരിക്ക് പറ്റിയിരിക്കുന്ന, അല്ലെങ്കിൽ വാഹനങ്ങളാണ് പൂർണ്ണമായും ഇപ്പോൾ നാശനഷ്ടം നേരിടുന്ന ഒരു നിലയുണ്ടായിട്ടുള്ളത്. വിഷ്ണു, അതുപോലെ തന്നെ ഈ ആനയുടെ ആക്രമണത്തിൽ മരിച്ച ലോറി ഡ്രൈവറെ ഇപ്പോഴും ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് അവിടെ നിലനിൽക്കുന്നത്? ഈ ആന ഈ പരിഭ്രാന്തി പിടിച്ച് ഈ വിരണ്ടോടുന്ന സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണോ പോലീസിനോ അല്ലെങ്കിൽ മറ്റാൾക്കോ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാത്തത്? തീർച്ചയായിട്ടും ആനയെ ഇപ്പോൾ പരിഭ്രാന്തി പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് തന്നെയാണ് മരിച്ച ആളുടെ മൃതദേഹം അവിടെ നിന്ന് മാറ്റുവാൻ സാധിക്കാത്ത ഒരു നിലയുണ്ടായിട്ടുള്ളത്. 2 മണിക്കൂറിന് ശേഷമായിട്ടും, അതിപ്പോൾ ആന ഇടഞ്ഞിട്ട് ഏകദേശം 2 മണിക്കൂറുകളോളം ആയിരിക്കുന്നതാണ്. ആ 2 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആനയെ തളക്കാനാവാത്ത ഒരു സ്ഥിതിഗതികളാണുള്ളത്. ആന വലിയ രീതിയിലുള്ള അക്രമസക്തമായ ഒരു നിലയിലൂടെയാണ് ആന കടന്നു പോകുന്നത്. തൊട്ടടുത്തുള്ള ജനവാസ മേഖലയിലൂടെ ആനന്ദ ഇങ്ങനെ റോന്തി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിൽ കാണുന്ന സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആനയുടെ ഇത്തരത്തിൽ പരിഭ്രാന്തി പടത്തുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെയാകണം മൃതദേഹം അവിടെ നിന്ന് പോലീസുകാർക്കാണെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണെങ്കിലും മാറ്റാൻ സാധിക്കാത്ത കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്തായാലും ചുറ്റും വീടുകളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആശങ്കയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉടലെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാർത്തു, ശരി, എന്തായാലും അങ്കമാലി കിടങ്ങൂരിലാണ് വിരണ്ടോടി ആനയുടെ ചവിട്ടേറ്റ് ആനയുടെ കൊണ്ടുവന്ന ലോറി ഡ്രൈവർ മരണപ്പെട്ടിരിക്കുന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തിയ ആനയെ കുളിപ്പിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ആന വിരണ്ടോടുന്നത്. പിന്നീടാണ് ഇയാളെ ചവിട്ടുകയും സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് ലോറി ഡ്രൈവർ മരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നത്. ഈ ഒരു ആക്രമണത്തിൽ 1-ാം പാപ്പാനും 2-ാം പാപ്പാനും പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചയാളുടെ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി എത്തിച്ച ആനയാണ് ഇടയുന്നത്. പിന്നീട് ആന ജനവാസ മേഖലയിലേക്ക് അടക്കം വിരണ്ടോടുന്ന സാഹചര്യമായിരുന്നു. ആനയെ തളയ്ക്കാൻ ശ്രമിച്ച പാപ്പാന്മാർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആനയെ തളയ്ക്കുന്നതിനായി കോടനാട് നിന്നും RRT സംഘം അടക്കം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ജനവാസ മേഖലയിലാണ് ആന നിൽക്കുന്നത് എന്നത് ഒരു പരിഭ്രാന്തി പരത്തുന്നത്, ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ജനവാസ മേഖല ആയതുകൂടെ കൊണ്ട് വലിയ രീതിയിലൊരു നാശനഷ്ടം ആന ഒരു സ്ഥലത്തേക്ക് വരുത്തുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നടക്കം വ്യക്തമാണ്. കാറുകളടക്കം മറിച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സംഭവ സ്ഥലത്ത് ഇപ്പോൾ RRT സംഘം എത്തിയിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള തീവ്ര പരിശ്രമത്തിൽ തന്നെയാണ്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.
എന്തായാലും വിരണ്ടോടി ആന ജനവാസ മേഖലയിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ്. ആനയെ തളയ്ക്കാനുള്ള തീവ്ര പരിശ്രമം അടക്കം തുടരുകയാണ്. വിഷ്ണു ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കാർത്തൂപ്പ്, നിലവിൽ സാഹചര്യം വളരെയധികം മോശകരമായി തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ RRT സംഘം ആനയെ തളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനവാസ മേഖലയിലാണ് ആന പരിഭ്രാന്തി പരത്തുന്നത്. അതുകൊണ്ട് തന്നെ അതായത് അടുത്തടുത്തുകൾ ആയിട്ട് വീടുകൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആനയെ തളക്കുന്നതിന് വലിയ രീതിയിലുള്ള പോരായ്മ RRT സംഘം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ RRT സംഘം ആ ഒരു ജനവാസ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ അടുത്തടുത്ത് വീടുകൾ നിൽക്കുന്ന ആ ഒരു പ്രദേശത്ത് നിന്നും ആനയെ മാറ്റി പുറത്തു കൊണ്ടുവന്നൊരു തുറസായ സ്ഥലത്ത് കൊണ്ടുവന്ന് തളയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയാനുള്ളത്. ആനയെ ഈ ഒരു നിലയിൽ അധിക നേരം കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതല്ല. എത്രയും പെട്ടെന്ന് തളയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് RRT സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരുണിമ പാർത്ഥസാരഥി എന്ന് പറയുന്ന ആനയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ജനവാസ മേഖല അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിനകത്ത് വലിയ രീതിയിലുള്ള പരിഭ്രാന്തി പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആനയുടെ ആക്രമണത്തിനകത്ത് ഒരു വ്യക്തി മരിച്ചിട്ടുണ്ട്. ആനയെ കൊണ്ടുവന്ന ലോറി ഡ്രൈവറായിട്ടുള്ള ആളെയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ആ ഡ്രൈവറുടെ മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും ആ ഒരു ആക്രമണത്തിൽ മറ്റ് 2 അംഗങ്ങളും വലിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1-ാം പാപ്പാനും 2-ാം പാപ്പാനുമായിട്ടുള്ള ആളുകൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഒരു തരി പോലും അനങ്ങാതെ നിൽക്കാതെ തന്നെ ആന മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനവാസ മേഖലയിലായതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ആശങ്കയൊഴിയാതെ തന്നെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. എന്തായാലും RRT സംഘം ഈ പറഞ്ഞതുപോലെ തന്നെ ജനവാസ മേഖലയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരു തുറന്ന പ്രദേശത്തിനകത്ത് വല്ലതും ആനയെ എത്തിച്ച് തളയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, മണിക്കൂറുകൾ പിന്നിടുന്നു ഈ ആന ഇടഞ്ഞിട്ട്. ആ സമയത്ത് നിന്നും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആന കൂടുതൽ അക്രമാസക്തനാകുന്നു എന്നാണല്ലേ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറുകളോളം ആയിട്ടുണ്ട് ആന ഇപ്പോൾ ഈ ഒരു നിലയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ആന ഇടഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറുകളോളം ആയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അല്ലെങ്കിൽ ഓരോ നിമിഷവും കഴിയുന്തോറും ആന കൂടുതൽ അക്രമാസക്തമായ കാര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും വേഗം ആനയെ തളയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളായിരിക്കും നടക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ആനയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇടഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആനയെ വിരണ്ടോടിയത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കുളിപ്പിക്കുന്നതിനിടയിലാണ് വിരണ്ടോടിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയാനുള്ളത്. ചൂട് കൂടിയത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടാണോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഏതായാലും വലിയ പ്രശ്നമുള്ള ആന ഒന്നുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നിരുന്നാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിനകത്ത് വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് ഇപ്പോൾ ആ മേഖലയിലാകെ ആനയുടെ നിലയിൽ നിന്നും ആ ഒരു പ്രദേശത്താകെ പരിഭ്രാന്തി പരത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു, അതുപോലെ ഇപ്പോൾ RRT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഏത് രീതിയിലാണ് ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്? അതുപോലെ തന്നെ എന്തെങ്കിലും വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും RRT സംഘത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? നിലവിലിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ ആണെങ്കിൽ പോലും മയക്കുവെടി വെക്കുക എന്നുള്ളത് പോലും വളരെ സങ്കീർണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന RRTയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. RRT സംഘത്തിന് ഇപ്പോൾ നിലവിൽ ആനയുടെ അടുത്തേക്ക് അടുക്കാൻ കൂടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം അത്രയ്ക്കും അക്രമാസക്തമായി ആരും അടുത്തേക്ക് ചെന്നാലും അയാളെ ആക്രമിക്കും എന്നുള്ള നിലയിൽ പരിഭ്രാന്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് ആന. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ആ പ്രദേശമാകെയുള്ളത്. RRT സംഘമാണെങ്കിലും വലിയ രീതിയിലുള്ള പോരായ്മകളാണ് ഇപ്പോൾ നേരിടുന്നത്. ആന വളരെയധികം പ്രകോപിതമായതിനാൽ RRT സംഘത്തിനടുത്തേക്ക് പോകാനാകുന്നില്ല എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിനകത്ത് ഏറെ ആശങ്ക പരത്തുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മയക്കുവെടി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും.
സാധിക്കും. പക്ഷേ ഇപ്പോൾ നിലവിലെ കാലാവസ്ഥ അനുസരിച്ചുകൊണ്ട് മയക്കുപിടി വെക്കുക എന്നുള്ളത് സങ്കീർണമാണെന്നുള്ള ആ ഒരു വിവരവും RRT സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാർത്തു, എന്തായാലും എറണാകുളം അങ്കമാലിയിൽ കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ആന വിരണ്ടോടി ലോറി ഡ്രൈവർ മരിച്ചിരിക്കുന്ന ഒരു ദാരുണമായ സംഭവം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത്. രണ്ടാം പാപ്പാൻ ഉൾപ്പെടെ 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ക്ഷേത്രത്തിലെത്തിച്ച ആനയെ രാവിലെയോടെ കുളിപ്പിക്കാനായി കൊണ്ടുപോകുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ആന വിരണ്ടോടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീടാണ് ആന അതിക്രൂരമായി ലോറി ഡ്രൈവറെ കൊല്ലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആനയെ തളയ്ക്കാൻ ശ്രമിച്ച പാപ്പാന്മാർക്കടക്കം പരിക്കേറ്റിരുന്നു. കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന അരുണിമ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. ഇത്തരത്തിൽ സമീപത്തെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി എത്തിച്ച ആനയായിരുന്നു. രാവിലെയോടെയാണ് ആനയെ ക്ഷേത്രത്തിൽ എത്തിച്ചതിന് ശേഷം കുളിപ്പിക്കാനായി കൊണ്ടുപോകുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഇടഞ്ഞ് വിരണ്ടോടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒരാളുടെ മരണത്തിനിടയാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ RRT സംഘം അടക്കം ആനയെ തളയ്ക്കാനുള്ള പരിശ്രമത്തിലാണ്. അസഹനീയമായ ചൂടൊക്കെ ഇതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാകാൻ. ആനയെ തളയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ RRT സംഘത്തിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നുണ്ട്. ജനവാസ മേഖലയിലാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നതെന്നാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. നിരവധി നാശനഷ്ടങ്ങളാണ് ആന വരുത്തിയത്. സമീപത്തുണ്ടായിരുന്ന കാറടക്കം തലകീഴായി മറിക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തായാലും ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിൽ ആ ഒരു പ്രദേശത്ത് ഉള്ളത്. RRT സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഏത് രീതിയിലാണ് ഇനി ആ ഒരു ദൗത്യം മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. രാവിലെയോടെ സംഭവിച്ചതാണ് ഈ ആന വിരണ്ടോടിയിട്ട് 2 മണിക്കൂർ കഴിയുമ്പോഴും ആന കൂടുതൽ പ്രകോപനപരമായി ഇടപെടുന്നു എന്നതല്ലാതെ ഈ ഒരു പ്രദേശത്ത് ചുറ്റും വിരണ്ടോടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും RRT സംഘം അടക്കം സ്ഥലത്തെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ നിരീക്ഷണങ്ങൾക്കും ശേഷമായിരിക്കും ആനയെ തളയ്ക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും അതിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിലവിൽ ജനവാസ മേഖലയിൽ ആന തുടരുന്നത് ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ നിരീക്ഷണങ്ങൾ RRT സംഘം നടത്തി വരികയാണ്.